സിൽഡനാഫിൽ അഥവാ വയഗ്ര പുരുഷന്മാരുടെ ഉദാഹരണക്കുറവിന് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ സ്ത്രീകളുടെ ലൈംഗിക പ്രശ്നങ്ങൾ മാറ്റാൻ സിൽഡനാഫിൽ കഴിക്കാൻ പറ്റുമില്ലേ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയുടെ വിഷയം ഇതാണ്: സ്ത്രീകൾ സിൽഡനാഫിൽ അല്ലെങ്കിൽ വയഗ്ര കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? ഇത് റെക്കമെൻഡഡ് ആണോ അല്ലേ? ഇതെല്ലാം നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫിഡി. നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് വയഗ്ര എന്താണെന്ന് നോക്കാം. വയഗ്ര സിൽഡനാഫിൽ അടങ്ങിയിരിക്കുന്ന ഒരു മരുന്നിന്റെ കമ്പനി ഇട്ടിട്ടുള്ള പേരാണ്. ഇത് പുരുഷന്മാരുടെ ഉദാഹരണക്കുറവിന് ഉപയോഗിക്കുന്ന മരുന്നാണ്. ഫോസ്ഫോഡയസ്ട്രേസ് 5 എന്ന് പറഞ്ഞ ഒരു എൻസൈമിനെയാണ് സിൽഡനാഫിൽ ബ്ലോക്ക് ചെയ്യുന്നത്. സിൽഡനാഫിൽ അടങ്ങിയിട്ടുള്ള ടാബ്ലറ്റ്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബോഡിയിലുള്ള സ്മൂത്ത് മസിൽസ് കുറച്ചും കൂടി ഡൈലേറ്റഡ് ആവും. ഇത് നൈട്രിക് ഓക്സൈഡിന്റെ അളവ് കൂട്ടിയിട്ടും സൈക്ലിക് GME ഡീഗ്രഡേഷൻ തടഞ്ഞിട്ടൊക്കെയാണ് ഈ സ്മൂത്ത് മസിൽസ് കുറച്ചും കൂടി റിലാക്സ്ഡ് ആവുന്നത്. ഇത്തരത്തിലുള്ള സ്മൂത്ത് മസിൽസ് രക്തക്കുഴലിലുണ്ട്, ജെനിറ്റൽസിലുണ്ട്. അങ്ങനെ സ്മൂത്ത് മസിൽസ് ഡയലേറ്റഡ് ആവുന്ന സമയത്ത് അങ്ങോട്ട് കൂടുതൽ രക്തഓട്ടം നടക്കും. പുരുഷന്മാരുടെ ഉദാഹരണം സംഭവിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. പക്ഷേ സിൽഡനാഫിൽ കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഉദാഹരണം കുറച്ച് കൂടുതൽ സമയം നീണ്ടു നിൽക്കും. സിൽഡനാഫിൽ ഉദാഹരണക്കുറവിന് മാത്രമല്ല, പൾമണറി ആർട്ടറി ഹൈപ്പർ ടെൻഷന് ഉപയോഗിക്കാം. എക്സസൈസ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ നമുക്ക് സിൽഡനാഫിൽ ഉപയോഗിക്കാവുന്നതാണ്. സ്ത്രീകളുടെ ലൈംഗിക പ്രശ്നങ്ങൾ മാറ്റാൻ സിൽഡനാഫിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ടത്. അതിൻ്റെ ഉത്തരം, സിൽഡനാഫിലിന് FDA അപ്രൂവൽ കിട്ടിയിട്ടില്ല സ്ത്രീകളിൽ ഉപയോഗിക്കാൻ. അത് സെക്ഷൽ പ്രോബ്ലംസിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. പക്ഷേ ചില ഡോക്ടേഴ്സ് ഇത് സ്ത്രീകൾക്കും പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഇത് പക്ഷേ ഓഫ് ലേബിൾ യൂസ് ആണ്. സിൽഡനാഫിൽ സ്ത്രീകൾ കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ സെക്ഷൽ ഡിസ്ഫങ്ഷൻ ചികിത്സിക്കാൻ പറ്റുന്നുള്ള എവിഡൻസ് നമുക്ക് വളരെ കുറവാണ്. സിൽഡനാഫിലിൻ്റെ എഫക്റ്റ് സ്ത്രീകളിൽ കണ്ടുപിടിക്കാൻ പലതരത്തിലുള്ള സയൻറ്റിഫിക് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അതിൽ 2 സ്റ്റഡീസ് എടുത്ത് പറയേണ്ടതാണ്. ഈ 2 സ്റ്റഡീസിലുമായിട്ട് ഏകദേശം 780 ഫീമെയിൽ സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉള്ള സ്ത്രീകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരെ 2 ഗ്രൂപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അതിലൊരു ഗ്രൂപ്പിലുള്ള സ്ത്രീകൾക്ക് സിൽഡനാഫിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, മറ്റേ ഗ്രൂപ്പിലുള്ളവർ പ്ലസീബോ ആണ് കഴിച്ചത്. 12 ആഴ്ച ഈ സ്റ്റഡി കഴിഞ്ഞതിന് ശേഷം സിൽഡനാഫിൽ കഴിച്ച സ്ത്രീകൾക്ക് കാര്യമായിട്ട് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലായിരുന്നെങ്കിലും ഇവർക്ക് സെക്ഷൽ പെർഫോമൻസിൽ ഇംപ്രൂവ്മെന്റ് ഉള്ളതായിട്ട് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. മറ്റൊരു ക്ലിനിക്കൽ ട്രയലിൽ പറയുന്നത് ഫീമെയിൽ സെക്ഷൽ എറൗസൽ ഡിസോർഡർ ഉണ്ട്. ഇത് ഒരു തരത്തിലുള്ള ഫീമെയിൽ സെക്ഷൽ പ്രോബ്ലമാണ്. ഈ ഒരു അസുഖത്തിന്റെ സിംറ്റംസിൽ സിൽഡനാഫിൽ കഴിക്കുമ്പോൾ മാറ്റങ്ങൾ ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. സിൽഡനാഫിൽ സ്ത്രീകൾക്ക് ഉപയോഗിക്കണമെങ്കിൽ കൂടുതൽ സയന്റിഫിക് സ്റ്റഡീസ് നടത്തണം. ആർക്കൊക്കെയാണ് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുക, ഏത് കണ്ടീഷനിലാണ്, എത്ര കാലം കഴിക്കാൻ, എത്രയാണ് കറക്റ്റ് ഡോസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ ഇതിനു മുമ്പേ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ പറയുന്ന പോലെ ഫീമെയിൽ സെക്ഷൽ പ്രോബ്ലംസ് പല തരത്തിലുണ്ടാവാം. അത് എറോസലിൻ്റെ പ്രശ്നമാവാം, ബന്ധപ്പെടുന്ന സമയത്തുണ്ടാകുന്ന പെയിനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളാവാം, ഓർഗാസം എത്താനുള്ള ബുദ്ധിമുട്ടുകളാവാം, സെക്ഷൽ ഡ്രൈവ് കുറയുന്നതാവാം, ലിബിഡോ കുറയുന്നതാവാം. ഫീമെയിൽ സെക്ഷൽ പ്രോബ്ലംസ് പുരുഷന്മാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കോംപ്ലക്സ് ആണ്. സിൽഡനാഫിൽ പുരുഷന്മാരിൽ പോലും ലിബിഡോ വർദ്ധിപ്പിക്കുന്നതായിട്ടും സെക്സ് ഡ്രൈവ് കൂട്ടുന്നതായിട്ടൊന്നും കണ്ടിട്ടില്ല. പീനിസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടും, ഇറക്ഷൻ എന്തായാലും മെച്ചപ്പെടുത്തും. പക്ഷേ ലിബിഡോയിലെ വലിയ മാറ്റങ്ങൾ പുരുഷന്മാരിലും സിൽഡനാഫിലിൻ്റെ ഉപയോഗം കാരണം കണ്ടിട്ടില്ല. അതുപോലെ തന്നെ സ്ത്രീകൾക്കും ലിബിഡോ വർദ്ധിപ്പിക്കാനും സെക്സ് ഡ്രൈവ് വർദ്ധിപ്പിക്കാനും സിൽഡനാഫിൽ ഒരു റോളും ഇല്ല. ഇനി സ്ത്രീകൾ സിൽഡനാഫിൽ അടങ്ങിയിരിക്കുന്ന ടാബ്ലറ്റ്സ് കഴിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാം. പലതരത്തിലുള്ള പ്രീ ക്ലിനിക്കൽ ട്രയൽസിലും കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യം, നേരത്തെ പറഞ്ഞ ഫോസ്ഫോഡയസ്ട്രേസ് 5 എന്ന് പറയുന്ന എൻസൈം, ഈ എൻസൈമിനെയാണ് സിൽഡനാഫിൽ ബ്ലോക്ക് ചെയ്യുന്നത്. ഇതിനെ ബ്ലോക്ക് ചെയ്തിട്ടാണ് സിൽഡനാഫിൽ വർക്ക് ചെയ്യുന്നത്. സ്ത്രീകളുടെ വെജൈനൽ ടിഷ്യൂലും ലേബിയ, ക്ലിറ്റോറിസ് ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ പുരുഷന്മാരുടെ ജെനിറ്റൽസിന് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കുറവാണ് സ്ത്രീകളിൽ. ഫോസ്ഫോഡയസ്ട്രേസ് 5 എന്ന് പറഞ്ഞ എൻസൈം ഫീമെയിൽ ജെനിറ്റൽസിലും ഉള്ളത് കാരണം സ്ത്രീകളുടെ സെക്ഷൽ അറൗസലിൽ സിൽഡനാഫിലിൻ്റെ റോൾ ഉണ്ടാവും. സ്ത്രീകൾ സിൽഡനാഫിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാരിലേക്ക് എപ്രകാരമാണോ കൂടുതൽ ബ്ലഡ് ഫ്ലോ ജെനിറ്റൽസിലേക്ക് എത്തുന്നത്, അതുപോലെ തന്നെ സ്ത്രീകളുടെ ജെനിറ്റൽ ഏരിയയിലേക്കും കൂടുതൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാവും. ബ്ലഡ് ഫ്ലോ കൂടുന്നതിനനുസരിച്ച് സെക്ഷൽ സെൻസിറ്റിവിറ്റി കൂടാം, എറൗസലിൻ്റെ സാധ്യത വീണ്ടും കൂടുകയാണ്, ഓർഗാസത്തിലേക്ക് എത്താനുള്ള ചാൻസസും കൂട്ടാൻ സാധിക്കും. പക്ഷേ സ്ത്രീകളുടെ ബയോളജിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പുരുഷന്മാരുടെ പീനിസിൻ്റെ ഭാഗമായിട്ടുള്ള കോർപ്പസ് കവേർണസും ഇവിടെയുള്ള അത്രയും PDE5 സ്ത്രീകളുടെ കറസ്പോണ്ടിങ് പാർട്ടായിട്ടുള്ള ക്ലിറ്റോറിസിൽ ഇല്ല. ഇങ്ങനെ ഫോസ്ഫോഡയസ്ട്രേസ് 5 എൻസൈമിൻ്റെ കോൺസെൻട്രേഷനുള്ള വ്യത്യാസം കാരണം പുരുഷന്മാർക്ക് ഇറക്ഷൻ്റെ പ്രോബ്ലംസ് എത്ര എളുപ്പത്തിലാണോ സിൽഡനാഫിലിന് മാറ്റാൻ സാധിക്കുന്നത്, അതേപോലെ ഫീമെയിൽ സെക്ഷൽ അറൗസൽ ഡിസോർഡർ ഒന്നും സിൽഡനാഫിലിന് സ്ത്രീകളിൽ മാറ്റാൻ ഉള്ള കഴിവില്ല. ഇനി സ്ത്രീകൾ സിൽഡനാഫിൽ അടങ്ങിയിരിക്കുന്ന ടാബ്ലറ്റ്സ് കഴിക്കുകയാണെങ്കിൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവും. ഇത് പുരുഷന്മാരെ പോലെ തന്നെയാണ്, സെയിം ആണ്. തലവേദന ഉണ്ടാവാം, ഫ്ലഷിങ് ഉണ്ടാവാം, റെഡ്നെസ് ഉണ്ടാവാം, മൂക്കടപ്പ് ഉണ്ടാവാം, ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവാം, പെട്ടെന്ന് ചിലപ്പം ബ്ലറിംഗ് ഓഫ് വിഷൻ ഉണ്ടാവാം. ഇങ്ങനെ കാഴ്ചയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ
പെട്ടെന്ന് തന്നെ സിൽഡനാഫിൽ കഴിക്കുന്നത് നിർത്തി ഹോസ്പിറ്റലിൽ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ചിലർക്ക് മസിൽ പെയിൻ ഉണ്ടാവാം, ബോഡി പെയിൻ ഉണ്ടാവാം. ഇനി ഫീമെയിൽ സെക്ഷൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അത് ലിബിഡോ കുറവുള്ള പ്രശ്നമാണെങ്കിൽ അല്ലെങ്കിൽ സെക്ഷൽ ഡ്രൈവ് കുറവാണെങ്കിൽ അതിന് മറ്റു തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഫ്ലിബാൻസെറിൻ. ഇതടങ്ങിയിരിക്കുന്ന മരുന്നിൻ്റെ പേര് ആഡിയ എന്നാണ്. മറ്റൊരു മെഡിസിൻ്റെ പേര് ബ്രിമലോൺടൈഡ് എന്നാണ്. ബ്രിമലോൺടൈഡ് അടങ്ങിയിരിക്കുന്ന ഒരു പോപ്പുലർ മെഡിസിൻ്റെ ബ്രാൻഡ് നെയിം വൈലീസി എന്നാണ്. മറ്റൊരു മരുന്ന് ഓസ്പെമിഫൈൻ ആണ്. ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉള്ള ഒരു മരുന്നിൻ്റെ പേര് ഓസ്ഫീനിയ എന്നാണ്. ഇതുകൂടാതെ വീട്ടിൽ നിന്ന് തന്നെ സ്ത്രീകൾക്ക് പലതരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് കഴിക്കാം. പക്ഷേ ഈ സപ്ലിമെൻറ്റ്സ് ഒക്കെ കംപ്ലീറ്റ്ലി ഇഫക്റ്റീവ് ആണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള സ്റ്റഡീസ് വളരെ കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ചില സപ്ലിമെൻറ്റ്സിൻ്റെ ഉദാഹരണം ട്രിബിലസ് ആണ്. ഫെനുഗ്രീക്ക് അല്ലെങ്കിൽ ഉലുവ ഉപയോഗിക്കാം. സിങ്ക്, വൈറ്റമിൻ ഇ, ജിൻസങ്, DHEA. കുറച്ചും കൂടി കൂടുതൽ സ്റ്റഡീസ് നടത്തിയിട്ടുള്ളത് മേക്ക എന്ന് പറഞ്ഞ ഒരു വെജിറ്റബിൾ എക്സ്ട്രാക്റ്റ് ആണ്. സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള സപ്ലിമെന്റ്സിനെ കുറിച്ചും ഞാൻ മുമ്പത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ എക്സസൈസ് ചെയ്യുന്നത് ബെനിഫിഷ്യൽ ആണ്. മദ്യപാനം ഒഴിവാക്കുന്നത് നല്ലതാണ്. ബോഡി വെയിറ്റ് നോർമൽ റേഞ്ചിൽ നിർത്തുന്നത് നല്ലതാണ്. ഹെൽത്തി, ബാലൻസ്ഡ്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം എല്ലാ ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. മിനിമം 7.5 മണിക്കൂറെങ്കിലും ഉറക്കം ഓരോ രാത്രിയിലും കിട്ടുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുന്നതും ഫീമെയിൽ സെക്ഷൽ ഡിസ്ഫങ്ഷന് ഒരു മികച്ച ട്രീറ്റ്മെൻ്റ് ആണ്. സ്ട്രെസ് മാനേജ് ചെയ്യാൻ പഠിക്കുന്നതും മറ്റൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. ഇമോഷണൽ സൈക്കോളജിക്കൽ പ്രോബ്ലംസിന് സൈക്കോളജിസ്റ്റിൻ്റെ കൗൺസിലിംഗ് സെഷൻസും ബെനിഫിഷ്യൽ ആയിരിക്കും. ഫീമെയിൽ സെക്ഷൽ പ്രോബ്ലംസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നിങ്ങൾ കാണേണ്ടത് ഒരു ഗൈനക്കോളജിസ്റ്റിനെയാണ്. അത്തരത്തിലുള്ള കൺസൾട്ടേഷൻസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യാൻ സാധിക്കും. ഡോഫുഡിയിൽ അത്തരത്തിലുള്ള ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻസ് അവൈലബിൾ ആണ്. തികച്ചും പ്രൈവറ്റായിട്ടും സെക്യൂർ ആയിട്ടും നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഡോക്ടറുമായി ചർച്ച ചെയ്യാൻ സാധിക്കും. ഡോഫുഡിയിൽ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാനുള്ള വാട്സാപ്പ് നമ്പറും ഫോൺ നമ്പറും വെബ്സൈറ്റിൻ്റെ ലിങ്കൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ മുമ്പേ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.